ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, ചെർപ്പ്, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സബ് ജഡ്ജ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണവും അതുപോലെ നിയമസഹായവുമാണ്. ഇപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ കുറിച്ച്, അതായത് നമ്മൾ പഠിക്കേണ്ട സിലബസിൽ നിയമം ഒരു നിർബന്ധിത പാഠ്യ വിഷയം അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നിയമം അറിഞ്ഞിരിക്കേണ്ടതും നിയമം അനുസരിക്കാതിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണ് ഒരു ബോധവൽക്കരണവുമാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയിലൂടെ നടക്കുന്നത്. മിക്കവാറും എല്ലാ സ്കൂളുകളിലും തന്നെ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാനൽ ലോയേഴ്സ് ക്ലാസ് എടുക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ നിയമബോധവൽക്കരണം നടത്തുന്നത് ഒരു സർവീസാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ. അതിൻ്റെ ഭാഗമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നു വളരെയധികം എന്താ പറയുക ആൻറ്റി ഡ്രഗ് ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും നമ്മുടെ ജില്ലയിലുള്ള ജയിലുകളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലാ ജയിലുകളിലും അതുപോലെ സബ് ജയിലിലും സെൻട്രൽ ജയിലിലും ഒക്കെ ഞാനിങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 18-നും 22-നും ഇടയ്ക്കുള്ള ധാരാളം ചെറുപ്പക്കാരായ കുട്ടികൾ ആ ജയിലിലൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ, സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ ഈ കുട്ടികളെന്ന് പറയുന്ന പലരും NDPS കേസസിൽ ഉൾപ്പെട്ട കുട്ടികളാണ്. അതെന്തുകൊണ്ടാണ് പലരോടും സംസാരിക്കുമ്പോൾ എങ്ങനെ ഈ കേസിൽ നിങ്ങൾ ഇൻവോൾവ് ആയി എന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളും പറയാറുണ്ട് അവരാരും ഈ കേസുകളിൽ ഡയറക്റ്റ് ഇൻവോൾവ് അല്ല. ഒന്നുകിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബൈക്കിൽ പോയൊരു സാഹചര്യത്തിൽ അവരുടെ ബാഗിൽ ഇങ്ങനെ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു നർക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട പല വസ്തുക്കളും അവരറിയാതെ തന്നെ ഒന്നുകിൽ അവരുടെ ബൈക്കിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൈവശത്തിൽ നിന്ന്, അതായത് കണ്ടെടുത്തതിന്റെ ഭാഗമായിട്ട് അവരെ കേസിൽ പ്രതികളായി ആക്കപ്പെട്ടവരാണ് എന്ന്. എന്താണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് ഞാൻ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ഒരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശിഷ്ടകാലം എന്ന് പറയുന്നത് സുഖകരമായ ഒരു സംഗതിയല്ല. ചെയർപേഴ്സൺ ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഈ വളർന്നുവരുന്ന നമ്മുടെ ഇന്ത്യയുടെ യുവാക്കളുടെ മനസ്സിൽ തലച്ചോറിനെ ഇല്ലാതാക്കുന്ന ഒരു വസ്തുവാണ് ലഹരി. പണ്ടുകാലത്ത് മദ്യമാണ് ആയിരുന്നെങ്കിൽ ഇന്നത് MDMA-ക്കും കഞ്ചാവിനും വഴിമാറിയിരിക്കുകയാണ്. പോലീസിന് മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നത്. എന്തുതന്നെയായാലും ഞങ്ങളുടെ പോലീസ് മേലധികാരികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്നും ഇത്തരം ലഹരി തുടച്ചു മാറ്റാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് പോലീസിന്റെ മാത്രം പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം യുവജന സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ പോലീസുമായി, ജനമൈത്രി പോലീസുമായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നിന്നും ഇത്തരം ലഹരിയെ തുടച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ. ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട്, അവിണിശ്ശേരി പഞ്ചായത്ത് അംഗം VI ജോൺസൺ, സമിതി അംഗം KR സിദ്ധാർത്ഥൻ, സംവിധായകൻ നിതീഷ്, MG അഭിലാഷ്, സിബിൻ ബൈജു, ക്രിസ് മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പുറത്തിറക്കുന്ന സിനിമ ചേഞ്ചിന്റെ പോസ്റ്റർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു.